ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കിച്ചിയുടെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 15. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചത് ഒരു ഔട്ടിങ് പോകാമെന്നാണ്. അതായത് കേക്ക് കട്ടിങ് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ചു ഒന്ന് ഔട്ടിങ് പോകാമെന്ന്. ബേബി കുറേ നാളായിട്ട് ആനയെ കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടൂർ നെയ്യാർ ഡാമിനടുത്ത് കാട്ടാക്കട കോട്ടൂർ മറ്റേ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോകാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതേ കളറിലെ ഡ്രസ്സാണ് പിള്ളേർ രണ്ടുപേരും. അവർ രണ്ടുപേരും റെഡിയായി ഇറങ്ങിയപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളിത് ഓണത്തിനൊക്കെ ഒത്തിരി മുന്നേ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ പോക്കൊന്നും നടന്നില്ല. ഓണത്തിന് ഞങ്ങൾ പിന്നെ കിച്ചിക്ക് ഓഫ് ഇല്ലാത്തത് കൊണ്ട് ലൈറ്റും ബാക്കി സംഭവങ്ങളൊക്കെ കാണാൻ പോയി അങ്ങ് സമാധാനിച്ചു. അപ്പം ഉമ്മച്ചി എന്നാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് മീറ്റിങ്ങിന് പോവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടെ പോകാൻ വിചാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് അമ്മയും ഞാനും കുപ്പും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ പറ്റിയില്ല. അപ്പം ഞങ്ങൾ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാവേ. അപ്പം പിള്ളേർ റെഡി ആയി നിൽപ്പുണ്ട്. രണ്ടുപേരും വണ്ടിയിൽ കയറി ഇരിപ്പൊക്കെ പിടിച്ചു. അപ്പം നമ്മൾ പതിയെ അങ്ങോട്ട് ചെലിക്കട്ടെ. ബേബിയാണെന്നുണ്ടെങ്കിൽ ഹോൺ അടിച്ച് കളിക്കുകയാണ് അതിനകത്ത്. വണ്ടി കയറി കഴിഞ്ഞാൽ അവൻ എപ്പോഴും ഹോൺ അടിക്കണം. പിന്നെ ഞങ്ങൾ മൂന്നാളുടെയും ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാളും സെയിം ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ള. ഇക്കച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഇതേപോലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സൊക്കെ വരുമ്പോഴത്തേക്കാണ് ഒരേ ഷെയ്ഡിലുള്ള ഒരേ കളറിലൊക്കെ ഉള്ള ഡ്രസ്സ് എടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഡിഫറെൻറ്റ് ഒക്കെ ആയിരിക്കും എടുക്കുക. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. കിച്ചി വണ്ടി എടുക്കട്ടെ. അപ്പം നമുക്ക് പോവാം. അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്താനായി. കോട്ടൂർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എത്താനായി. എലിഫൻറ്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്താനായി. അപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള എൻട്രൻസിൻ്റെ അവിടത്തോട്ടുള്ള വീഡിയോസാണ് കേട്ടോ എടുക്കണേ. ഞങ്ങളെ വീട്ടിൽ നിന്ന്, അതായത് ചല്ലിമുക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 46 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത്രയും ട്രാവൽ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് ക്ലോസ്ഡ് എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഓപ്പൺ ആയിരിക്കുമോ ക്ലോസ്ഡ് ആയിരിക്കുമോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻ മാറ്റി നെയ്യാർ ഡാം പോകാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇത് നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഓപ്പൺ ആണോ ഇല്ലയോ എന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ റൂട്ട് നേരെ നെയ്യാർ ഡാമിലോട്ട് പിടിക്കുക എന്നുള്ളത് കൺഫേം ആക്കി തന്നെയാണ് പോയത്. അപ്പോൾ ഞങ്ങളെത്തി. അപ്പോൾ ഞങ്ങൾ എത്താനായി. ബേബി ആണെന്നുണ്ടെങ്കിൽ ഡഡാര ഷർട്ടിൽ വരച്ച് കളിക്കുകയാണ്, ടീഷർട്ടിൽ വരച്ച് കളിക്കുകയാണ്. ബേബിക്ക് ബോറടിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടാളുടെ ഇടയിലിരുന്നിട്ട്. സാധാരണ ബേബി വണ്ടി കയറി കഴിഞ്ഞാൽ ഉറങ്ങാറാണ് പതിവ്, പക്ഷെ ഇന്ന് തീരെ ഉറങ്ങിയിട്ടില്ല. ആനയെ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് പറഞ്ഞ എൻട്രൻസ്. ഇതാണ് പറഞ്ഞത്. അവിടെ ഇങ്ങനെ മറ്റേ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാർക്കിംഗ് പറഞ്ഞത്. ഇന്ന് ഹോളിഡേ അല്ലാത്തത് കൊണ്ടാണ് ആരും ഇല്ലാത്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിറച്ചു ആളായിരിക്കും നിൽക്കിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എങ്ങും ആരെയും കാണാണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ക്ലോസ്ഡ് ആയിരിക്കും. പാളി എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഹോളിഡേ അല്ലാത്തത് കൊണ്ട് ആരും ഇല്ലാത്തതാണ് അവിടെ. എന്തോ എനിക്ക് അറിഞ്ഞൂടെ കിച്ചി പോയി അന്വേഷിച്ചു നോക്കാം. അതിലും പുള്ളി സമയം രാവിലെ 9 മണി തൊട്ടാണ് പറഞ്ഞേക്കണത്. ഇതിൽ കയറാമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാൻ പോയിട്ട് ഒരു കയറ്റു. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഓപ്പൺ ആണ്. അതുകൊണ്ട് അവിടെ തന്നെ കണ്ടില്ലേ, കണ്ടില്ലേ? ശശിയായി തിരിച്ചുകൊണ്ട് വരൂ. കൊട എടുത്തില്ലല്ലേ? അവന് തറയിൽ ഇറക്കണി. ഇറക്കി ഇവിടെ അല്ലേ കുട്ടി പോയിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാം.
റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇറങ്ങാൻ പറ്റും, കുത്തിയാടി ഇറങ്ങാൻ പറ്റും. മുകളിലോട്ട് കുത്തിയാടി ഇറങ്ങാം. ബേബിനെ എടുക്കാം. അതിൻ്റെ അകത്തിട്ട് ടിക്കറ്റ് റേറ്റ് ഇതാണ് കേട്ടോ. അതേപോലെ പാർക്കിങ്ങിൻ്റെ ഫീ ഒരെടുത്തിട്ടുണ്ട്. നമ്മൾ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫസ്റ്റ് ഗേറ്റ് ലെഫ്റ്റ് സൈഡിലുണ്ട്. പക്ഷേ അതിനുള്ളിൽ ആനയൊന്നും ഇല്ല കേട്ടോ. അവരടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ ടോട്ടൽ പറഞ്ഞത് 13 ആനയെന്നാണ്. 13 ആനയെന്ന് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു 11 ആനയോ മറ്റോ കണ്ടേ അവരിവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കാലിയാണ് കേട്ടോ, അവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണേ. ഇവിടെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് പക്ഷേ എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവിടെ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു തടം വെട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ അതുവഴി കയറുമ്പോഴേ നമുക്ക് ആനയുടെ അടുത്തെത്താൻ പറ്റത്തുള്ളൂ. ഇത് നേരെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം ലെഫ്റ്റ് സൈഡ് ഒരു തടം ഉണ്ട്, അതുവഴി കയറണം. ഇവിടെ ഒന്നുണ്ടെന്നല്ലേ പറഞ്ഞു. ഈ കാണുന്ന വഴി കൂടെ നമ്മൾ മുകളിലോട്ട് കയറണമേ. മുകളിലോട്ട് കയറിയിട്ടാണ് കേട്ടോ ആനയെ കാണണേ. നമ്മൾ അവിടെ ഒരു ആനയെ കെട്ടിയിട്ടുണ്ടോ, ചങ്ങലേക്ക് ഇട്ടിട്ട്. ചങ്ങലോ ആന കെട്ടി ആ സംഭവം മനസ്സിലായല്ലോ. അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ട്. ഒരാന ഇവിടെ ഉണ്ട്. വലിയ സൈസുള്ള ആനകളൊന്നുമില്ല കേട്ടോ. കുട്ടിയല്ല എന്നാൽ വലുതുമല്ല, ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കണ ആനയാണ്. ബേബി എന്നാണ്ട് ആനയെ കണ്ടപ്പോഴത്തേക്ക് ആന 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 എന്ന് പറയുന്നുണ്ട്. പക്ഷേ അടുത്തോട്ട് ചെന്നിട്ട് ആന തുമ്പിക്കൈക്ക് ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കും അവന് പേടിയും ആവുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ആന അതിൻ്റെ കയ്യിലും ഒരു കാലിലും ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ആന എങ്ങനെ കിടന്നുറങ്ങാമെന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടാണ്. കാരണം ആനയ്ക്ക് കാല് കഴിക്കുമ്പോൾ ആന എങ്ങനെ കിടക്കും? ഒരു കാലിൽ പുറകിലോട്ടും വലിച്ചിട്ടിട്ടുണ്ട്, ഒരു കൈ ഫ്രണ്ടിലോട്ടും വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ സമാധാനത്തിൽ കിടക്കാൻ പറ്റും? ദേ അടുത്ത ആന ഇവിടെ നിന്ന് തല കുലുക്കുന്നുണ്ട്. ഈ ആനകൾ എന്തിനാണ് ഇങ്ങനെ നിന്ന് തല കുലുക്കണമെന്നും എനിക്കറിയാൻ പാടില്ല. ആന നിന്ന് തല കുലുക്കണത് ഇക്കച്ചിട്ട് വെച്ചപ്പോഴത്തേക്ക് ചോറിന് ഇനി കാറ്റിനായിരിക്കുമോ ചെവി ഇങ്ങനെ ആടിയിട്ട് കാറ്റിന്, അതോ ഇനി പ്രാണികൾ വല്ലതും വന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ. അതേ അവിടെ വേറൊരെണ്ണത്തിനെ കെട്ടിയിട്ടുണ്ട്. അതും അതേപോലെ ഇത് നിന്ന് തലയാട്ടുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് തലയാട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആന വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. വെള്ളം സാറ് വായിലോട്ട് എടുത്തപ്പോഴത്തേക്കും കുറേ പുറത്തു പോയി. അപ്പോൾ അതെങ്ങനെ മുതലാവും? അങ്ങനെ എനിക്ക് 100 ഡൗട്ടാണ് ആനയെക്കുറിച്ചിട്ട്. അതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ ചെയ്യാം, ഇത്രയും ബിൽഡിങ്സ് എന്തിനാണ് കെട്ടിയിട്ടേക്കണേ, ആന കാല് കഴിക്കും, ആന ഇവിടെ കിടക്കും, ആനയ്ക്ക് വിശക്കുമ്പോൾ ഇവരെങ്ങനെ മനസ്സിലാക്കും, അങ്ങനെ തുടങ്ങി എനിക്ക് A to Z സംശയങ്ങളായിരുന്നു. ഇവിടെ ആനയുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. പുല്ലും ബാക്കി കാര്യങ്ങളും. ആന പ്ലാവില കഴിക്കൂ, ആടല്ലേ കഴിക്കുക. ദേ ഇവിടെ ഒരു ആന നിന്ന് ആടണം കേട്ടോ. കുണുക്കു 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 എന്ന് തലയിട്ട് ആട്ടണുണ്ട്. ഇതെന്തിനാണ് ആട്ടണേന്ന് അറിയാൻ വയ്യ. അത് ആടണ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ എന്തിനാണ് ആട്ടണേ, എന്ത് റീസൺ ഉണ്ടായിട്ടാ ആട്ടണേന്ന് അറിയാൻ വയ്യ. നല്ല ഭംഗിയുണ്ടല്ലേ ആടണ കാണാൻ. ആന എവിടെ ബേബി? അവിടെ ഉണ്ടോ ആന? ആഹാ, എത്ര ആനയുള്ളേ? ഈ അമ്മേ? ആഹാ, എല്ലാം കൊച്ചാണോ? ചൂടൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ താഴോട്ടാണ് കേട്ടോ പോകേണ്ടത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴോട്ട് പോയതിന് ശേഷം ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും വേറെ കുറച്ച് ആനകളൂടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ അവിടെ നിന്ന്. ഈ വഴി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണം കേട്ടോ. ഇത് ഞാൻ ആ ബിൽഡിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കണേണ്. ഒത്തിരി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ആനകൾ ഇവിടെ ഇല്ല. പക്ഷേ ആനയൊക്കെ അവർ നല്ല വൃത്തിക്ക് നോക്കുന്നുണ്ട്, നല്ലോണം ഫുഡ് കൊടുക്കുന്നുണ്ട്, നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാണ് കേട്ടോ താഴോട്ട് വരുന്ന വഴി. ഇതുവഴി ഇറങ്ങി നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും വേറെന്തോ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അവർ നമുക്ക് വഴിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓ അപ്പോൾ അവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ നടക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിലോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏറെക്കുറെ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബേബിക്ക് ഫുഡ് കൊടുക്കണേ 1:30 മണിക്കാണ്. അപ്പം ബേബിക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി. എന്നിട്ട് ഞങ്ങൾ പ്ലാൻ സ്കിപ്പ് ചെയ്തു. കുറച്ച് പുറകിലോട്ട് വരാമെന്ന് വിചാരിച്ചു. പുറകിൽ വന്നിട്ട് അവിടെ ക്യാൻറ്റീൻ ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻറ്റീനിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ ഒരു 2 ആനയും കൂടെ ഉണ്ട്. അപ്പം ആ 2 ആനേനെയും കൂടെ കണ്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം ക്യാൻറ്റീനിൽ വന്ന് കഴിക്കാൻ വിചാരിച്ചു. അതേപോലെ എനിക്ക് ചെറുതായിട്ടൊന്ന് ശൂശു അടിക്കാൻ മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വിചാരിച്ചു. ഫസ്റ്റ് പോയി ആ 2 ആനേനെ കണ്ടിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 2 ആനയിൽ ഒരെണ്ണം. അപ്പുറത്തെ സൈഡിൽ വേറൊരെണ്ണത്തിനെയും കെട്ടിയിട്ടുണ്ട്. അവരുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി നമുക്ക് പെർമിഷൻ ഇല്ല. അവിടെ കയറ് കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടോയ്ലറ്റിലോട്ട് കയറി. കിടിലം ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം ടോയ്ലറ്റ്. നമ്മൾ വീട്ടിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യണ അതേ കംഫർട്ടോടു കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും വൃത്തിയുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ആൾ വരാത്തതുകൊണ്ടാണോ ഒന്നും അറിയാൻ പാടില്ല. കിടിലം സ്പേസ്. ടോയ്ലറ്റ് എന്നുള്ളൊരു സംഭവം നമുക്ക് പോയി അങ്ങ് ഇരിക്കാം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വെള്ളവും കണ്ടിട്ട് വെള്ളം ഇവിടെ നിന്ന് നോക്കിയതേ ഉള്ളൂ, അടുത്തോട്ടൊന്നും പോയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ക്യാൻറ്റീൻ്റെ സൈഡിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. ബേബിക്ക് നല്ല വിശപ്പായി, ഞങ്ങൾക്ക് 2 ആൾക്കും വിശപ്പായി. അത്യാവശ്യം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ ഒത്തിരി ഫ്രണ്ടിലോട്ട് പോകണമല്ലോ, അപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോവാണ്. ക്യാൻറ്റീൻ്റെ റോഡ് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ആ ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം ആ പട്ടി ഇറങ്ങി ഒന്നില്ലേ, ആ സൈഡിൽ റൈറ്റ് സൈഡിലോട്ട് കയറുമ്പോഴത്തേക്കാണ് ക്യാൻറ്റീൻ പറഞ്ഞത്. ഇതെവിടെ ക്യാൻറ്റീൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലോട്ടാണെന്ന്. ഇവിടെയാണ് കേട്ടോ ക്യാൻറ്റീൻ പറഞ്ഞത്. എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ടാവും ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ എന്തിനു വേണ്ടിയാണ് പണിഞ്ഞിട്ടേക്കണേന്ന്. പക്ഷെ ഇവർ ബോർഡൊന്നും വെച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല ഇത് എന്തിനു വെച്ചേക്കണ ബിൽഡിങ്ങാണെന്ന്. എനിക്ക് തോന്നുന്നു ആനേനെ ട്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ മരുന്ന് കൊടുക്കാനും പരിപാലിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും ഒരു കുട്ടി ബോർഡൊക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നേനി. ക്യാൻറ്റീൻ ഭക്ഷണശാല കോട്ടൂർ ഇക്കോ ടൂറിസം ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. നമ്മളെത്തി. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ. ക്യാൻറ്റീൻ്റെ ഉൾവശം പറഞ്ഞ ഇതാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കാം തിരക്കുന്നുണ്ടായിരുന്നില്ല, അതേപോലെ ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈപ്പും കാര്യങ്ങളും ഒത്തിരി ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ചോറാണ് കേട്ടോ, നോർമൽ ഊണാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത്. കാരണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. സാമ്പാർ, തൈര്, മീൻ കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മീൻ പൊരിച്ചത് ഇക്കച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയില്ല ഫുഡ്. മീൻ കറി ഞങ്ങൾ കഴിച്ചില്ല, പക്ഷേ ബാക്കി കിടില ഫുഡാണ്. ബേബിയും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ 2 ഐസ്ക്രീമും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും റേറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അവർ ഫുഡ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോയി അവിടെ എവിടെയെങ്കിലും ഇരുന്ന് സമാധാനത്തിൽ ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് നടന്നു വന്നിട്ട് മറ്റേ കുട്ടവഞ്ചി അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ ബോർഡും കാര്യങ്ങളും റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുട്ടവഞ്ചിയാണ് എടുത്തത്. എനിക്ക് മറ്റതിൽ ചവിട്ടി പോകാൻ ഭയങ്കര മടിയാണ്. എനിക്ക് മടി കാരണം ഞാൻ കുട്ടവഞ്ചി പറഞ്ഞു. വേണ്ട, ചോറ് കഴിച്ചതേ ഉള്ളൂ. നിൽക്കുന്ന അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഇവിടത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അത് സെപ്പറേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 600 രൂപ എന്തെങ്ങാണ്ടാണ് തോന്നുന്നു ടിക്കറ്റ് എടുത്തത്. ഞാനത് ശ്രദ്ധിച്ചില്ല എത്ര രൂപയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ഒരു അരമണിക്കൂറാണ് കേട്ടോ നമുക്ക് ആ കുട്ടവഞ്ചിയിലെ സമയം ഒരു പറയണേ. അപ്പം നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങി. ബേബി തീരെയും കംഫർട്ടല്ലായിരുന്നു ജാക്കറ്റിനുള്ളിൽ. ബേബിക്ക് ചൂടും അതേപോലെ അവൻ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഇടുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വഞ്ചിക്കകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ്റെ വായ്ക്കകത്തോട്ട് ആ ജാക്കറ്റ് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ചേച്ചി അതിൻ്റെ ക്ലിപ്പ് ഊരി കൊടുത്തതാണ് കേട്ടോ. അതായത് കുറച്ച്
അഴുക്കുണ്ട്. അതായത് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമല്ലേ, കൊച്ചിൻ്റെ വായിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവരത് ഊരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മളങ്ങ് ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം അതിനകത്തോട്ട് കയറുന്നത് കാണിച്ചു തരാവേ. കയറുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കയറുന്ന വീഡിയോ നമ്മൾ ബാലൻസ് ഇല്ലാതെ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സംഭവത്തിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും വീഴാൻ പോകുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ കയറുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ ചുറ്റും വരണേ. ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ ഒത്തിരി പേരുടെ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഐഡിയ ഉണ്ടായത്. അപ്പോൾ ദേ ഇതുവഴിയാണ് കയറണേ. നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ചെരുപ്പ് ഊരി നമ്മൾ ആ സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ഈ പാലം കിടന്ന് അവിടെ ചെന്നിട്ട് ആ വഞ്ചിക്കകത്തോട്ട് കയറണം. ആ വഞ്ചിയിലോട്ട് കുനിഞ്ഞ് നിൽക്കുന്ന ആ അപ്പാപ്പനാണ് കേട്ടോ, അപ്പാപ്പനല്ല ആ മാമനാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകണേ. അപ്പം ഞങ്ങൾ വഞ്ചിക്കകത്ത് കയറി. ഞങ്ങൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു അടിപൊളിയായിട്ട് ഫ്രണ്ടിലോട്ട് പോവാണ്. വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരത്തിൻ്റെ തണലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. ബേബിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മണ്ടയിൽ കൂടെയാണല്ലോ നമ്മളീ പോണേ എന്നുള്ളൊരു ടെൻഷനിലിരിക്കുകയാണ്. പോരായിട്ട് പുള്ളി തീരെയും ആ ജാക്കറ്റിനകത്ത് പുള്ളി തീരെയും കംഫർട്ടായിരുന്നില്ല. എന്നാലും അവൻ നല്ലോണം എൻജോയ് ചെയ്യണുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ. അവന് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ മീനാണ് അവൻ വെള്ളത്തിനകത്ത് ഉദ്ദേശിക്കുന്ന സംഭവം. എന്നാലും അവൻ നല്ല ഹാപ്പി ആയിരുന്നു എൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും കണ്ടിട്ട് ഞാൻ കുറച്ച് മ്യൂസിക് ആഡ് ചെയ്തേക്കാവേ. മ്യൂസിക് ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളി കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടെ കേൾക്ക്. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് പറഞ്ഞിടത്ത് ഞാൻ മ്യൂസിക് ആഡ് ചെയ്തേക്കാം. ഈ പമ്പ് ഹൗസിലേക്ക് കൊണ്ടുപോകും. നേരത്തെ റോഡുണ്ടായിരുന്നു. ഈ വെള്ളം ജനുവരി ഫെബ്രുവരി മാസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വണ്ടി കയറി പോവുള്ളൂ. അല്ലെങ്കിൽ ഈ കണക്കിനുള്ള വെള്ളം എപ്പോഴും നിൽക്കും ഇവിടെ. ഈ തമിഴ്നാട് പാഠശാല നെയ്യാറ്റിൻകര താലൂക്ക് ഇങ്ങനെയൊക്കെ വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ജനുവരി ഫെബ്രുവരിയിൽ ഇവിടെ കാണില്ല വെള്ളം കുറവായിരിക്കും. അതിന് മുമ്പ് ഒരു പമ്പ് ഹൗസ് ഇപ്പോൾ ഇവിടെ പണി. ഇപ്പോഴാകുമ്പോൾ എപ്പോഴും അവിടത്തേക്ക് വണ്ടി പോകും. ബൈക്ക് ജീപ്പ് പഴയ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. കർണാടക മന്ത്രിയുടെ ഭരണകാലത്ത് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വെള്ളം എടുത്തത്. അവിടെ ഈ ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്ക് അവിടെയാണ് ആനകളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. ഈ തടുത്തേ പോകും. അപ്പോൾ ഇവിടെ നിന്നൊരു ഗൈഡും കൂടെ പോകും. അപ്പോൾ അങ്ങനെ അതായി. പിന്നെ ഇത് നമ്മളെ അഗസ്ത്യാർകൂടത്തിൻ്റെ ഭാഗമാണ്. ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലം. കണ്ണ കേൾക്കണുണ്ടോ? അതല്ല മേലിരിക്കാണ്. എൻ്റെ പേരാണോ? മോൻ്റെ സൈം. ആ ജാക്കറ്റും കൂടെ കെട്ടപ്പോൾ നല്ലൊരു ചൂട്. നെയ്യാറിൻ്റെ ഒരു ഭാഗം വരെ ഉണ്ട് കേട്ടോ. ഒരു സൈഡ് വനവും ഒരു സൈഡ് നാട്ടൻ പ്രദേശവും. ഇത് ഈ 3.5 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ചെയ്ത് കിടക്കുന്നത്. ഇതിൻ്റെ മറു സൈഡും ഇതേപോലെ ഒരു സൈഡ് വനമാണ്. കൊള്ളാവോ കണ്ണപ്പ? പാൻ്റെ സ്ഥലം എവിടെ? നമ്മൾ നെടുമങ്ങാട്. നെടുമങ്ങാട്. എൻ്റെ സ്ഥലം ഈ അഗസ്ത്യ വനത്തിലാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ പോകണം. എന്തായല്ലോ, ഇത് തണുപ്പായല്ലോ. കാറ്റുണ്ടോ? ഇങ്ങനെ ഇരിക്കല. അവനത് പറ്റുന്നില്ല. ആ ജാക്കറ്റ് ഇരിക്കുന്നുണ്ടാണ്. കൊള്ളാല്ലേ? കൊള്ളാവോ കണ്ണ? അടിപൊളിയാണല്ലേ? മീ കാണാൻ പറ്റത്തില്ല പൊന്നി. നീ കാണത്തില്ലേടി? ഇതിൻ്റെ അടിയിലുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫുഡ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടക്കണക്കിന് വരും. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഉണ്ട്.
ഇതിലുള്ളത് കരിമീൻ, സിലോപ്പി, കട്ടള, മൃഗാല, ചുണ്ടമ്പല്ലി. കണ്ണന് കാണത്തില്ല കേട്ടോ. കുട്ടി കുട്ടി മീനുണ്ട് പൊന്നെ. എൻ്റെ വലിയ മീൻ പോയി. മീനൊക്കെ ഉണ്ട്. അയ്യോ എൻ്റെ പൊന്നിന് കാണത്തില്ല. എന്തൊരു ഗെയിമാ. അക്വറത്തിൽ ഇടാൻ മീൻ മേടിച്ചോണ്ട് പോവാം കേട്ടോ. കപ്പി മേടിച്ചു തരാം. ലം ലം. ഇതൊരു ഇടവനമാണ്. ഇതിൻ്റെ മരസല്ലാണ് നെയ്യാറിൻ്റെ മെയിൻ ഒഴുക്ക്. ഇത് ഒരു കൈ പോലെയാണ്. കാരണം ഇത് ഒരു ഭാഗം ഈ സൈഡും വെള്ളമുണ്ട്, അപ്പുറത്തെ സൈഡും ഇതിൻ്റെ മറ സൈഡും വെള്ളമാണ്. ഇത് അവിടെ ഒരു തോട് ഒഴുകി വരുന്നുണ്ട്, മുകളിൽ ചെന്ന് അവസാനിക്കുകയാണ്. ഇതിൻ്റെ മറ സൈഡിൽ 40-45 കിലോമീറ്റർ കിടക്കുകയാണ് അങ്ങോട്ട് വെള്ളം. കുമ്പയെന്ന് പറഞ്ഞ സ്ഥലം വരെ കിടക്കുകയാണ്. നമുക്ക് ഇവിടെ വന്ന് ബോട്ടിങ് ചെയ്യുന്ന ദൂരോട്ട് യാത്ര അലോഡില്ല. അങ്ങോട്ട് ക്രോക്കഡിലൊക്കെ ഉള്ള ഒരു വിഷയമുണ്ട്. 2017 കടുവയെ കണ്ടതൊക്കെ ഉണ്ട്. അയ്യ നിൽക്കുന്ന ഒരു മരം കണ്ട, അതൊക്കെ നമ്മൾ ഈ കാണുന്ന നേരെ അവിടെ വെച്ചാൽ കടുവയെ കണ്ടത്. നമ്മൾ നെയ്യാർ ഡാമിന്റെ അവിടെ താഴെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പറയുമല്ലോ, അപ്പുറത്തെ സൈഡിൽ കടുവയെ കാണാന്ന് പറയൂലേ, അത് ഈ സൈഡാണല്ലേ. അത് ഇങ്ങോട്ട് ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ബോട്ടിങ്ങേ ഉള്ളൂ. പെഡൽ ബോട്ട് അത് അവിടെ ഒരു ചുള്ളിയിൽ റെഡ് കൊടുത്തിട്ടുണ്ട്, അതാ ചുള്ളിയിൽ കെട്ടിക്കണം. അതുവരെ പെഡൽ ബോട്ട്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരു പറയും ഈ ആറിന്റെ അപ്പുറത്തെ സൈഡിൽ ഇതിനെ കാണാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഗസ്ത്യ വനം, അഗസ്ത്യ വനത്തിൽ ഈ സ്വന്തം ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. കൊള്ളാല്ലേ, കണ്ണ് ശ്രദ്ധിക്കുന്നുണ്ടല്ല. ലം ഇവിടെ കുളിക്കാനൊന്നും ആലോടില്ല, ആഴം കൂടുതലേ ഉള്ളതുകൊണ്ടാണ്. തിരിഞ്ഞു നോക്കിയ കണ്ണു കാണാൻ പറ്റും. കാണത്തുണ്ടാ? കാണത്തില്ല. നമുക്ക് വലുതായിട്ടൊന്നുകൂടെ ഒന്ന് മീൻ കാണാം കേട്ടോ. എത്ര, ഒരു വയസ്സായ? 2 വയസ്സ്. 2 വയസ്സായി. നീ കാണത്തില്ല പൊന്നെ. അത്രയും ഭാഗം വെള്ളം നിന്നതാണ്. ഈ ഓണം ആയതുകൊണ്ട് അവിടെ ഈ ലൈറ്റൊക്കെ ഇട്ടത് കൊണ്ട് വെള്ളം ഷട്ടർ തുറന്ന്. അപ്പോൾ ഈ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയേ വെള്ളം ഈ ഒഴുകി വരണത് ഇത് വലിയ തോല് പോലെ വന്ന് വീഴില്ലേ, അതേപോലെ വന്ന് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് ഇത്രയും വെള്ളം അവർ വലിച്ച് തുറന്ന് വിട്ടത്, ഷട്ടർ തുറന്നിട്ട്. അവിടെ ഇരിക്കുന്ന സംഭവം. അതാണ് ഇരുന്ന് ഇവനതിന് ഇഷ്ടമല്ല. വീട്ടിൽ വന്നതിന് സൗണ്ട് ഉണ്ടാക്കി. അനങ്ങാൻ പറ്റില്ല.
സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് നമുക്ക് ഇത്തിരി തമ്മിൽ അതിലെ കുഞ്ഞ് കണ്ണ് കണ്ടില്ലാത്തത് അതുകൊണ്ടാണ് കണ്ടെങ്കിൽ ഇപ്പം വെള്ളം വെച്ച്. ഒരു ബേബി മങ്കിയുണ്ട്. എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞാണ് പറഞ്ഞത്. എല്ലാം ബിസ്ക്കറ്റ് എന്തൊരു വെപ്രാളം. അയ്യോ ഇതെന്ത് ശാന്തതയായിട്ടിരിക്കുന്നു. ഒന്നും ഉണ്ടാവില്ല. പുറത്തിറങ്ങിയ പാവമാണ് വീടിന്. കണ്ണു കണ്ടില്ലാത്തതാണ് മിണ്ടാതിരിക്കണം. അനക്കൊന്നും ഇല്ലാത്തത് അതുകൊണ്ടാണ് കണ്ടെങ്കിൽ ഇപ്പം വെള്ളം വെച്ച്. ഒരു ബേബി മങ്കിയുണ്ട്. ഇപ്പം ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. ഞങ്ങളുടെ അരമണിക്കൂറായെന്ന് തോന്നുന്നു. അതുമല്ല, നല്ല സമാധാനം, നല്ല അന്തരീക്ഷം, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി നാളിന് ശേഷം നല്ല സമാധാനമുള്ളൊരു സ്ഥലത്ത് വന്ന് പീസ്ഫുള്ളായിട്ടിരുന്നൊരു സന്തോഷം ഞങ്ങൾക്ക് 3 ആൾക്കുണ്ടായിരുന്നു. തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇത്തിരി സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് പീസ്ഫുള്ളായിട്ട് മൈൻഡിനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഞങ്ങൾ 3 ആളും ഹാപ്പിയായി. എന്ന് പറഞ്ഞാൽ നമ്മൾ 600 രൂപ കൊടുത്താലും നമ്മൾ 3 പേർക്ക് കിട്ടില്ല. 600 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് കിട്ടിയില്ലമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. മൈൻഡൊക്കെ നല്ല കൂളായി റിഫ്രഷായി ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറട്ടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളൊരു മാസം മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആനേനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയമാണ് കേട്ടോ. 9 മണിക്ക് രാവിലെ ഇറക്കി കഴിഞ്ഞാൽ 10-11 മണിയാകുമ്പോഴത്തേക്ക് അവർ തിരിച്ച് കയറ്റും. അത് കഴിഞ്ഞ് വൈകിട്ട് 3 മണിക്ക് 3 മണി 3:30 അവർ ഇറക്കി കഴിഞ്ഞാൽ 4 മണിക്കോ 4:30 കണ്ടൊക്കെ തിരിച്ച് കയറ്റും. ഇത് കുളിക്കാൻ പോണ ആളാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെങ്ങാണ്ട് കൊണ്ടുപോയിട്ടാണ് കേട്ടോ കുളിപ്പിക്കണേ. ഞങ്ങൾ രാവിലെ ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഉച്ചയായാലും ഇവിടെ എത്തിയപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ കുളിസീൻ മിസ്സായി. പക്ഷേ വൈകിട്ട് കുളിക്കാൻ പോണ വഴി ഞങ്ങൾക്ക് കാണാൻ പറ്റി. അവിടെ ആ പുല്ല് കൊണ്ടുവന്നിട്ടപ്പോഴത്തേക്കും അപ്പുറത്ത് നിന്ന് പിള്ളേരൊക്കെ വിളിച്ചുകൊണ്ട് ഓടിപ്പോയി. അവർ പേടിച്ചു പോയി. പെട്ടെന്ന് ആന കൊണ്ടുവന്ന് പുല്ലിട്ടപ്പോഴത്തേക്കും. അപ്പോൾ അവനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ് അവർ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ആനക്കുട്ടൻ അങ്ങോട്ടും പോയി, ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ബേബിക്ക് ഷൂ ഇട്ട് കൊടുക്കണം, അതേപോലെ കുറച്ച് വെള്ളം കുടിക്കണം, അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ഇക്കച്ചിൻ്റെ ബാഗ് തൂക്കിയിട്ടുണ്ട്. ആക്ച്വലി അത് എൻ്റെ ബാഗല്ല, അമ്മച്ചിയുടെ ബാഗാണ്. സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനത് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ നടന്നു. ഇതാണ് കേട്ടോ എക്സിറ്റ് വരണ വഴി. ഇതുവഴിയാണ് കേട്ടോ ഇറങ്ങി വരണേ. നമ്മൾ ഇറങ്ങി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മൾ എൻട്രൻസ് ഉണ്ടല്ലോ, നമ്മൾ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡ്. ഇത് പട്ടി കിടന്നുറങ്ങണ കണ്ടിട്ട് വീഡിയോ എടുത്തതാണ്. പട്ടി മലന്ന് കിടക്കണു, അങ്ങനെ എടുത്താണ്. ഇതാണ് കേട്ടോ എക്സിറ്റ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ചലിക്കട്ടെ. ഞാൻ ബേബി എടുത്തിട്ടുണ്ട്, ഇക്കച്ചി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ചിറങ്ങി. മൈൻഡ് റിലാക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തിരി സമാധാനത്തിലിരിക്കാൻ, അതും അല്ലെങ്കിൽ ആനപ്രേമിയായ മക്കളുള്ള നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആനപ്രേമിയായിട്ടുള്ള അച്ഛനോ അമ്മയോ ആർക്കായാലും വന്നിരുന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വരാൻ മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പറഞ്ഞത്. വീടിൻ്റെ അടുത്താണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ. ബൈ ബൈ സീ യു പറഞ്ഞേ കണ്ണോ. ഇവിടെ നോക്കി പറയേ.